ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വൈറലാക്കി തന്നിട്ടുള്ള ചുവന്നമണ്ണ് അക്യുഡക്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ നാടായ തൃശ്ശൂര് ചുവന്നമണ്ണിൽ തന്നെയാണ് കേട്ടോ ഈ അക്യുഡക്റ്റ് വരുന്നത്. നമ്മുടെ ഈ അക്യുഡക്റ്റിന്റെ കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പാറ വെച്ചിട്ട് ബ്രിട്ടീഷുകാർ തന്നെ പണിത ഒരു പാലാണ് ഈ പാലം. ഇതിന്റെ പണ്ടത്തെ പേര് പത്തേഞ്ച് പാലം എന്നായിരുന്നു. പിന്നീടാണ് ഇത് ചുവന്നമണ്ണ് അക്യുഡക്റ്റ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ വൈറലായതിന് പുറകെ പലരും ഇതിനെ തൊട്ടിപ്പാലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊന്നല്ല അതിന്റെ കറക്റ്റ് നെയിം വന്നിട്ടുള്ളത്. സത്യത്തിൽ നമ്മുടെ ഈ അക്യുഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചി ഡാമിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള പല കൃഷി സ്ഥലങ്ങളും കോൾപ്പാടം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരു കനാല് മാത്രമാണ്. അല്ലാതെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. പലർക്കും അത് അറിയാണ്ടാണ് പലരും വീഡിയോ കണ്ടിട്ട് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് വരുന്നത്. ഇവിടെ സേഫ്റ്റി ഇല്ല. ഒരു വശത്ത് മാത്രമാണ് ഇതിന് കൈവരി വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡില് കൈവരി ഇല്ല. ഇവിടെ നാട്ടിലുള്ള ആളുകൾ പോലും നമ്മുടെ കൈവരി ഇല്ലാത്ത ഭാഗത്തു കൂടെ പാസ് ചെയ്യാറില്ല. പക്ഷെ ഈ വന്നു പോകുന്ന ആളുകൾക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ സേഫ്റ്റി അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാരണം ഒരു കാറ്റ് വീശിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് പോലും ഇല്ല പിടിക്കാനോ ഒന്നിനും. അപ്പൊ നേരെ താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ കുറെ പേർക്ക് ഇത് അടച്ചുപൂട്ടിയത് ഭയങ്കര പ്രതിഷേധം പോലെയൊക്കെ പലരും കമന്റ്സിലൂടെ അറിയിക്കുന്നുണ്ട്. അതിന്റെ ഒരു മറുവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി ഒരു വശം, അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളാണ് ഇതിന്റെ പേരിൽ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് സ്ത്രീകൾക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റാത്ത സ്ഥിതിയായി. 2-3 ആഴ്ച നമുക്ക് വീട്ടിൽ പുറത്തുള്ള ജോലികളൊന്നും ചെയ്യാനായിട്ട് പറ്റണില്ല. ഇവിടുത്തെ സ്ത്രീകളും അല്ലെങ്കിൽ ഇവിടെയുള്ള കുടുംബങ്ങളിലെ ആളുകളൊക്കെ നമുക്ക് കനാലിൽ അലക്കാനും കുളിക്കാനും ഒക്കെ പോയിരുന്നു. ഇപ്പോൾ നാട്ടുകാർക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയായി. അത് മാത്രമല്ല, ഏറ്റവും ഈ വേനലിൽ അത്യാവശ്യമായിട്ടുള്ള വെള്ളം വരെ കിട്ടാത്ത അവസ്ഥ വന്നു. കാരണം ഇവര് കുളിക്കാൻ വരുന്നതിന്റെ പേരിൽ അവർക്ക് കിട്ടുന്ന പിടിവള്ളി ഇപ്പോൾ താഴേക്കുള്ള പൈപ്പ് ലൈനിലൊക്കെയാണ് അവർ തൂങ്ങിക്കിടന്നിരുന്നത്. അതൊക്കെ പൊട്ടിച്ച് താഴേക്കുള്ള കുടിവെള്ളം വരെ മുട്ടിക്കുന്ന സ്ഥിതി വന്നു. അത് ഒരു വട്ടമല്ല, പല വട്ടം. അക്യുഡക്റ്റ് വൈറലായതിന് പുറകെ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ വന്നിരുന്നു. പക്ഷെ അവരൊക്കെ വന്ന് ഇവിടെ എന്തൊക്കെയോ കാണിച്ചിരിക്കണം കണ്ടു നിന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇവിടുത്തെ സ്ഥിതി ഇത് തന്നെയാണ്. വീടിന് പുറത്ത് നമുക്ക് ഇറങ്ങാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അടച്ചു പൂട്ടലിന് ശേഷം ആളുകൾ വന്നു പോകുന്നതാണ്. ഇതിന് മുന്നത്തെ അവസ്ഥ ഇതുപോലും ആയിരുന്നില്ല. ഇവിടെ കുളിക്കാനെന്ന പേരിൽ വന്നിട്ട് പല തരത്തിലുള്ള വൃത്തികേടുകളും ഇവിടെ ആളുകൾ കാണിക്കുന്നുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്ത് വരെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് ഇത് പൂട്ടേണ്ട സ്ഥിതിയിൽ എത്തിച്ചത്. ചുവന്നമണ്ണ് അക്യുഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പലരും ഇപ്പോഴും ഫേക്ക് ഇൻഫർമേഷൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ക്ലോസ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സത്യത്തിൽ ഇവിടെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ എല്ലാവർക്കും പബ്ലിക്കിന് എന്തായാലും ഇവിടെ എൻട്രി ഇല്ല. ഇവിടുത്തെ ആളുകൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ അവിടേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരും ഇനി വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചുവന്നമണ്ണ് അക്യുഡക്റ്റ് അന്വേഷിച്ച് വന്നിട്ട് യാതൊരു വക കാര്യവും ഇല്ല. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോർഡൊക്കെ അതേ ആളുകൾ വന്നിട്ട് ഇപ്പോൾ പറിച്ചു കളഞ്ഞിട്ട് കിടക്കണതാണ് ഈ കാണുന്നത്. ഇത് ഇന്നാണ്, രാവിലെയാണ് ഇന്ന് ഇത് ചെയ്തത്. ഇപ്പുറത്തെ സൈഡും ഇതാ ഇവിടെയും ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലേക്കും ആളുകൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല. ഇവിടെയും എല്ലാവിടെയും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചുവന്നമണ്ണ് അക്യുഡക്റ്റിന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വിശേഷങ്ങളും വീഡിയോസും ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.